Good morning. So the next section is building area. So here we will see how to calculate building area of a given building when a plan is given. So before we go to the methods of finding building area, there are some definitions of terms used in the measurement of floor area. Before we start computing the floor area, you need to know some terms used in the measurement of floor area. First term is building line. First term is building line. Building line is the line up to which plinth of a building may lawfully extend within the plot on a street or an extension of a street. No overhead projections are allowed beyond the building line. So building line എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് ഒരു പ്ലോട്ടിൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാമോ അതാണ് ബിൽഡിംഗ് ലൈൻ. ഒരു സ്ട്രീറ്റില് ഒരു പ്ലോട്ടിനകത്ത് നമ്മൾ ബിൽഡിംഗ് ലോഫുള്ളി എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാമോ ആ ബിൽഡിങ്ങിന്റെ പ്ലിന്ത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാമോ ആ ലൈനാണ് ബിൽഡിംഗ് ലൈൻ. ഇപ്പൊ ബിൽഡിംഗ് ലൈനിന് കാട്ടിലും ഒരു പ്രൊജക്ഷൻസും ബിൽഡിങ്ങിൽ വരാൻ പാടില്ല. ബിൽഡിംഗ് ലൈനിൽ നിന്നും ഒരു പ്രൊജക്ഷനും ബിൽഡിങ്ങിൽ ഉണ്ടാവാൻ പാടില്ല. നോ ഓവർഹെഡ് പ്രൊജക്ഷൻസ് ആർ അലൗഡ് ബിയോണ്ട് ദ ബിൽഡിംഗ് ലൈൻ. So building line means line up to which plinth of a building may lawfully extend within the plot on a street or an extension of a street. Line up to which plinth of a building plinth of a building may lawfully extend. Lawfully എന്ന് പറഞ്ഞാൽ നിയമപരമായി എത്രത്തോളം ഒരു ബിൽഡിങ്ങിന്റെ പ്ലിന്ത് എക്സ്റ്റെൻഡ് ചെയ്യാമോ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ബിൽഡിംഗ് ലൈൻ. അപ്പൊ ബിൽഡിംഗ് ലൈനിനെ കാട്ടിലും ബിൽഡിങ്ങിൽ ഒരു പ്രൊജക്ഷനും പാടില്ല. അത് ഗ്രൗണ്ട് ലെവലിലാണെങ്കിലും ശരി ഓവർ ഹെഡ് ആണെങ്കിലും ശരി ബിൽഡിംഗ് ലൈനിനെ കവിഞ്ഞ് ബിൽഡിങ്ങിനകത്ത് ഒരു എക്സ്റ്റൻഷനും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് ടേം ഈസ് ബിൽഡിംഗ് സെറ്റ്ബാക്ക്. Building setback is the minimum distance between any building or any structure from the boundary of the plot. Minimum distance between building and boundary line of plot. Minimum distance between building and plot boundary. അതായത് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് പ്ലോട്ടിന്റെ ബൗണ്ടറിയിൽ നിന്നും കുറച്ച് ദൂരം മാറിയായിരിക്കണം ബിൽഡിംഗ് ഇരിക്കാൻ. ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബാക്ക്. അതിനൊരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. ആ മിനിമം ഡിസ്റ്റൻസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ കൂടുതൽ സെറ്റ് ബാക്ക് വന്നാലും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആണ് സെറ്റ് ബാക്ക്. അതിൽ കൂടുതൽ ഓഫ്സെറ്റ് വന്നാലും പ്രശ്നമില്ല. പക്ഷെ ആ മിനിമം ഡിസ്റ്റൻസ് അതായത് ബിൽഡിംഗ് സെറ്റ് ബാക്ക് ഏത് ബിൽഡിംഗ് ആണെന്നുള്ളത് റൂൾ അനുസരിച്ച് ബിൽഡിംഗ് സെറ്റ് ബാക്ക് ഫോളോ ചെയ്തേ പറ്റും. അതായത് ഒരു ബിൽഡിംഗ് നമ്മളൊരു പ്ലോട്ടിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്ലോട്ട് ബൗണ്ടറിയിൽ നിന്നും ഒരു മിനിമം ഡിസ്റ്റൻസ് മാറി വേണം ബിൽഡിംഗ് നിൽക്കാൻ. ആ മിനിമം ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബിൽഡിംഗ് സെറ്റ് ബാക്ക്. Third one, carpet area. The covered area of usable rooms at any floor level.
ഫ്ലോർ ലെവൽ. നമ്മളൊരു ഫ്ലോർ ലെവലിലെ യൂസബിൾ റൂംസിന്റെ കവേർഡ് ഏരിയ, വോൾ ഏരിയ കുറച്ചിട്ടുള്ളതായിരിക്കണം. ഒരു ഫ്ലോറിലെ യൂസബിൾ റൂംസിന്റെ കവേർഡ് ഏരിയ എത്രയാണോ അതാണ് കാർപ്പറ്റ് ഏരിയ. അപ്പൊ കാർപ്പറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോറിന്റെ ഏരിയ കൂട്ടാൻ പാടില്ല. So carpet area is the covered area of usable rooms at any floor level excluding area of wall. നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്ലോർ ലെവലിലെ യൂസബിൾ റൂംസിന്റെ കവേർഡ് ഏരിയ എക്സ്ക്ലൂഡിങ് ഫ്ലോർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഏരിയയുടെ പേരാണ് കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ. Now the fourth one is chhajja. Chhajja is a sloping or horizontal structural overhang usually provided over the opening on external walls to provide protection from sun and rain. ചജ്ജയാണ് നമ്മൾ സാധാരണ സൺഷെയ്ഡ് എന്ന് വിളിക്കുന്നത്. Chhajja or sunshade is a sloping or horizontal structural overhang provided over opening on external walls to provide protection from sun and rain. ഈ ബിൽഡിങ്ങിന്റെ എക്സ്റ്റേണൽ വാളിൽ ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറൽ ഓവർഹാങ് ആണ് ഛജ്ജ. സ്ട്രക്ചറൽ ഓവർഹാങ് ഓവർ ഓപ്പണിങ്സ് ഇൻ external wall. Structural overhang over openings in external wall to provide protection from sun and rain. Adana chhajja or sunshade. Next is floor area. Next term is floor area. What do you mean by floor area? Floor area is the usable covered area of the building at any floor level. Usable covered area of any building at any floor level. Adana floor area. Usable covered area at any floor level. ഈ ഫ്ലോർ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ പ്ലിന്ത് ഏരിയയിൽ നിന്നും ഏരിയ ഓഫ് വോൾ കുറയ്ക്കണം. സോ ഫ്ലോർ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്ലിന്ത് ഏരിയ മൈനസ് വോൾ ഏരിയ. പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്നും വോൾ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്ലോർ ഏരിയ കിട്ടും. ഇറ്റ് ഈസ് ദി യൂസബിൾ കവേർഡ് ഏരിയ ഓഫ് ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ ലെവൽ. യൂസബിൾ കവേർഡ് ഏരിയ ഓഫ് ബിൽഡിംഗ് അറ്റ് എനി ഫ്ലോർ ലെവൽ ആണ് ഫ്ലോർ ഏരിയ. നെക്സ്റ്റ് ടേം frontage. Frontage means width of the site abutting the access road. Access road നിന്ന് സൈറ്റ് എത്ര അബട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള ആ വിഡ്ത്താണ് ഫ്രണ്ടേജ്. ആക്സസ് റോഡിൽ നിന്നും സൈറ്റ് എത്രത്തോളം അബട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള വിഡ്ത്ത് അതാണ് ഫ്രണ്ടേജ്. നെക്സ്റ്റ് ടേം height of next term is height of building. Height of building is the measured vertical distance measured in case of flat roof from average level of ground around and contiguous to the building up to the highest point of the building. So എന്താണ് height of building? Height of the building എന്ന് പറയുന്നത് vertical distance measured in case of flat roof from average ground level around and contiguous to the building up to the highest point of the building. So average ground level അതായത് ചുറ്റുമുള്ള average ground level തൊട്ട് highest point of building വരെയുള്ള vertical distance measured അതാണ് height of building.
ആ ബിൽഡിംഗ് നിൽക്കുന്ന ചുറ്റുമുള്ള ഗ്രൗണ്ടിന്റെ ആവറേജ് ലെവൽ, അവിടെ തൊട്ട് ബിൽഡിങ്ങിന്റെ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള മെഷർ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ vertical distance measured from average ground level to highest point of building. From average ground level to highest point of building. അതാണ് height of building. Height of building എന്താണ്? It is the vertical distance measured from the surrounding, from the average ground level around and contiguous up to the highest point of the building. അപ്പോൾ ഒന്നിലധികം സ്റ്റോറി ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റോറീസിനെയും നമ്മൾ മെഷർ ചെയ്ത് ബിൽഡിങ്ങിന്റെ ഹയസ്റ്റ് പോയിന്റ് എവിടെയാണ് അവിടെ വരെ മെഷർ ചെയ്യാം. ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോറിലെ അല്ല, എൻറ്റയർ ബിൽഡിങ്ങിന്റെ ആണ്. നോക്കൂ, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. നൗ നെക്സ്റ്റ് ഈസ് mezzanine floor. Next term is mezzanine floor. It is an intermediate floor between two floors. Between two, രണ്ട് ഫ്ലോറുകളുടെ ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ എന്ന് വിളിക്കുന്ന പേരാണ് മെസനൈൻ ഫ്ലോർ. നമ്മുടെ കോളേജിൽ നോക്കിയാൽ കാണാൻ പറ്റും മെസനൈൻ ഫ്ലോർ. ഫിഫ്ത്ത് ഫ്ലോറിന്റെ ഫോർത്ത് ഫ്ലോറിന്റെ ഇടയിൽ ഒരു റൂമുണ്ട്, അതെന്ന് പറയുന്നത് മെസനൈൻ ഫ്ലോറിലാണ്. അതായത് ഫിഫ്ത്ത് ഫ്ലോറിന്റെ ഫോർത്ത് ഫ്ലോറിന്റെ ഇടയിൽ വരുന്നത് മെസനൈൻ ഫ്ലോർ. 9th one, plinth. What do you mean by plinth? Portion of the structure between surface of surrounding ground and surface of the floor immediately above ground. Portion of the building between the surface of surrounding ground and surface of floor immediately above the ground. ഗ്രൗണ്ടിന് തൊട്ട് മുകളിലുള്ള സർഫസ് ഓഫ് ഫ്ലോറും ഗ്രൗണ്ട് സർഫസിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ട് ബിൽഡിങ്ങിന്റെ, അതിന് വിളിക്കുന്ന പേരാണ് പ്ലിന്ത്. പ്ലിന്ത് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും വെളിയിൽ വരുന്ന ഭാഗമാണ്. അതായത് ബിൽഡിങ്ങിന്റെ വാളിന്റെ പുറത്തായിരിക്കും പ്ലിന്ത് വരിക. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ സ്ട്രക്ചർ ബിറ്റ്വീൻ surface of surrounding ground and surface of the floor immediately above ground. Portion of building between surface of surrounding ground, surface of ground and surface of floor immediately above ground level. അതാണ് പ്ലിന്ത്. ഇനി ലാസ്റ്റ് പ്ലിന്ത് ഏരിയ. It is the built-up covered area measured at the floor level of basement or of any story. So എന്താണ് plinth area? Plinth area എന്ന് പറയുന്നത് built-up covered area measured at the floor level. Built-up covered area measured at floor level. Built-up covered area measured at floor level. Floor level ഏതൊരു ഫ്ലോർ ലെവലിൽ നമ്മൾ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയ മൊത്തത്തോടെ കൺസ്ട്രക്ഷൻ എടുത്തേക്കുന്ന എത്ര ഏരിയ നമ്മൾ എൻക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ടോ ആ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയ മെഷർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പ്ലിന്ത് ഏരിയ. സോ
സോ എന്തൊക്കെയാണ് ബിൽഡിംഗ് ഏരിയ റിലേറ്റ് ചെയ്യുന്ന ടേംസ്? ബിൽഡിംഗ് ലൈൻ, ബിൽഡിംഗ് സെറ്റ് ബാക്ക്, കാർപ്പറ്റ് ഏരിയ, ഛജ്ജ, ഫ്ലോർ ഏരിയ, frontage, height of building, mezzanine floor, plinth and plinth area. So these are the terms related to building area computation. Next is computation of plinth area. Computation of plinth area. Plinth area or built-up area is the built-up covered area measured at the floor level of the basement or of any story. ഏതൊരു സ്റ്റോറിയുടെ ഫ്ലോർ ലെവലിൽ മെഷർ ചെയ്യുന്ന ബിൽറ്റ്-അപ്പ് കവേർഡ് ഏരിയ ആണ് പ്ലിന്ത് ഏരിയ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇൻക്ലൂഡ്സ് വാൾ തിക്നെസ് ഓൾസോ. പ്ലിന്ത് ഏരിയയിൽ എന്തും ഇൻക്ലൂഡഡ് ആണ്? വാൾ തിക്നെസ്സും പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. So plinth area includes entire area occupied by outer to outer wall lengths of building. Includes entire area occupied by outer to outer wall length of the building. അതായത് ഒരു ഫ്ലോറിന്റെ വാൾ ഔട്ടർ വാളുകൾ തമ്മിലുള്ള ലെങ്ത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏരിയ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്ലിന്ത് ഏരിയ. ഏരിയ ഓക്യുപ്പൈഡ് ബൈ ഔട്ടർ ടു ഔട്ടർ വാൾ ലെങ്ത് ഓഫ് ദ ബിൽഡിംഗ് ആണ് പ്ലിന്ത് ഏരിയ. സോ പ്ലിന്ത് ഏരിയ ഷാൽ ബി ദ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയ മെഷർഡ് ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ്. എന്തെല്ലാമാണ് ഈ പ്ലിന്ത് ഏരിയക്കകത്ത് നമ്മൾ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയയിൽ മെഷർ ചെയ്യുന്നത്? So this includes basement, ഉണ്ട്, then floor without cladding, floor including top floor which may be partially or partly covered. Floors including top floor which is partly the top floor partly covered ആയിരിക്കും ടെറസ് ഒക്കെ വരുന്ന ഭാഗത്ത്. Then mezzanine floor including additional floor for seating in assembly theatre, auditorium etc. mezzanine floor കൂടെ include ചെയ്യണം. Then garage, then it includes accommodation for service staff, then stair cover, machine room, porch, the last one tower, turrets, domes projecting above the terrace level at terrace. Towers, turrets, domes projecting above terrace level.
സോ പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ബിൽഡപ്പ് കവേർഡ് ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വാൾ തിക്നെസ്സും കൂടെ ചേർത്തുള്ള ഏരിയ എടുക്കുമ്പോഴാണ് പ്ലിന്ത് ഏരിയ കിട്ടുന്നത്. സോ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് ഇതെല്ലാ കാറ്റഗറീസും ഉൾപ്പെടുത്തി വേണം പ്ലിന്ത് ഏരിയ എടുക്കാൻ. entire area occupied by outer to outer wall length of building. പിന്നെ എന്തെല്ലാം കാറ്റഗറീസ് ഇൻക്ലൂഡ് ചെയ്യണം? ബേസ്മെന്റ്, ഫ്ലോർ വിത്തൗട്ട് ക്ലേഡിംഗ്, മെസനൈൻ ഫ്ലോർ, ഫ്ലോർസ് ഇൻക്ലൂഡിംഗ് ടോപ്പ് ഫ്ലോർ which is partly covered, garage, accommodation for service staff, stair cover, machine room, porch, then towers, turrets or domes which are projecting above the terrace level. terrace. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ പ്ലിന്ത് ഏരിയ കമ്പ്യൂട്ട് ചെയ്യാൻ. So for the purpose of computing plinth area of wall at the floor level excluding plinth offset should be included. External wall surface നെക്കാളും കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ വരും പ്ലിന്തിന്. ആ ഒരു പ്ലിന്ത് ഓഫ്സെറ്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കാൻ. സോ യു ഹാവ് ടു എക്സ്ക്ലൂഡ് പ്ലിന്ത് ഓഫ്സെറ്റ്. ഔട്ടർ വാളിനെക്കാളും കുറച്ചും കൂടെ ഒരു ഓഫ്സെറ്റ് കാണും, കുറച്ചും കൂടെ ഒരു പ്രൊജക്ഷൻ കാണും ഔട്ടർ വാൾ സർഫസിനെക്കാളും പ്ലിന്തിന്. ആ ഒരു പ്രൊജക്ഷൻ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഔട്ടർ വാൾ എവിടെ തീരുന്നോ അവിടെ വരെ എടുത്താൽ മതി. അതിന് കുറച്ച് അപ്പുറത്തോട്ട് ഒരു ചെറിയ പ്രൊജക്ഷൻ കാണും പ്ലിന്തിന്. ആ പ്രൊജക്ഷൻ വിളിക്കുന്ന പേരാണ് പ്ലിന്ത് ഓഫ്സെറ്റ്. പ്ലിന്ത് ഓഫ്സെറ്റിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ. Then shaft for sanitary, water supply installation etc. should be included. Then in case of open veranda with parapet, 100% area of a portion protected by projections above and 50% area for the portion unprotected from above are to be included. ഇതെല്ലാം NBC പ്രകാരം പറയുന്നതാണ്. അതായത് നമ്മൾ ഓപ്പൺ വെറാൻഡ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ഷൻസ് കൊണ്ട് ഓപ്പൺ വെറാൻഡയുടെ ഏരിയ 100% പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, അല്ല 100% പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ അത് ഫുൾ എടുക്കുക. അതല്ല ടോപ്പിൽ നിന്നും അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഓപ്പൺ വെറാൻഡ കിടക്കുന്നെങ്കിൽ അതിന്റെ 50% ഏരിയ എടുത്താൽ മതി. പിന്നെ ആസ് പെർ NBC നാഷണൽ ബിൽഡിംഗ് കോഡ് NBC പ്രകാരം കുറച്ച് ഏരിയാസ് ഇതിനകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ലോഫ്റ്റ്, ഏരിയ ഓഫ് ആർക്കിടെക്ചറൽ ബാൻഡ് കോർണേഴ്സ്, ഏരിയ ഓഫ് വെർട്ടിക്കൽ sunbreaker or box lower projecting out and other architecture features like slab projection for flower pot etc. Then open platform, terrace, open spiral or service staircases, then area of mounting, machine room, towers, turrets, domes projecting above terrace level. ഇത്രയെന്ന് പറയുന്നത് ആസ് പെർ NBC ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ചെറിയൊരു പ്ലാൻ തന്നിട്ട് ഒരു ഒറ്റ ഫ്ലോറിന് ഒരു പ്ലാൻ തന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. സോ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് പ്ലിന്ത് ഏരിയ. ഔട്ടർ ടു ഔട്ടർ വാൾ മാത്രം എടുത്താൽ മതി. ആ ഔട്ടർ വാൾസ് തമ്മിലുള്ള ലെങ്ത് എടുത്തിട്ട് അത് ഇൻക്ലോസ് ചെയ്യുന്ന ഏരിയ എടുക്കുമ്പോൾ പ്ലിന്ത് ഏരിയ കിട്ടും. പ്ലിന്ത് ഓഫ്സെറ്റ്, അതായത് പ്ലിന്തിന്റെ ചെറിയ പ്രൊജക്ഷൻ ഉണ്ട് ബിയോണ്ട് ഔട്ടർ വാൾ. ആ പോർഷൻ നമ്മൾ പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ആവശ്യം ഇല്ല.